ഹലോ, സുലാലാണ്. സൗദി വിസിറ്റിംഗ് വിസയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൗദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നല്ല, ഗൾഫ് എയറിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വിസ ആണെങ്കിലും മൾട്ടി എൻട്രി, സിംഗിൾ എൻട്രി, മൾട്ടി എൻട്രിയിൽ ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫ് എയർ വിമാനത്തിലാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സെയിം ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നത്. അതായത് നമ്മൾ വിസിറ്റിംഗ് വിസക്കാർ സൗദിയിലേക്ക് വരുമ്പോഴത്തേക്കും റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ കരുതണം. നമ്മുടെ എയർപോർട്ടിൽ നമ്മൾക്കത് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് നാട്ടിൽ എയർപോർട്ടിൽ റിട്ടേൺ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഗൾഫ് എയറിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ അവരുടെ കൗണ്ടറിൽ നിന്ന് നമ്മൾ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. റിട്ടേൺ ടിക്കറ്റ് നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ്, അതായത് ഗൾഫ് എയർ അല്ലാതെ വേറെ ഏത് ഫ്ലൈറ്റിനാണെങ്കിലും അവർ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഗൾഫ് എയർ ടിക്കറ്റ് എടുത്തവർ എത്രയും പെട്ടെന്ന് അവരുടെ റിട്ടേൺ ടിക്കറ്റ് ചെക്ക് ചെയ്യുക. ഗൾഫ് എയർ തന്നെയാണ് റിട്ടേൺ എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതല്ലാത്തവർ എത്രയും പെട്ടെന്ന് അത് മാറ്റി ഗൾഫ് എയർ തന്നെ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് കൂടിയാണ്. ഓൾറെഡി വിസ ഉള്ളവർ നാട്ടിൽ റിന്യൂവലിനും എല്ലാം പോയിട്ടുണ്ടെങ്കിലും അവരും ഗൾഫ് എയർ ഫ്ലൈറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ഗൾഫ് എയർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വേറെ മാറ്റി എടുക്കരുത്, വരാൻ സാധിക്കത്തില്ല. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2024 മെയ് 22-ാം തീയതിയാണ്. ഇന്നാണ് ഇവരുടെ ഈ ഒരു സർക്കുലർ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.